ബി.ജെ.പിക്ക് ബദലാകാൻ ശിവസേന തയ്യാറെടുക്കുകയാണ്. ശിവസേന സ്ഥാപകനായ മറാഠയുടെ മണ്ണിലേറെ സ്വാധീനമുള്ള ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയും ബാൽ താക്കറെയുടെ സഹോദരന്റെ മകൻ രാജ് താക്കറെയുമാണ് ഒന്നിക്കുന്നത്. ഹിന്ദുത്വ നിലപാടിലൂന്നിയുള്ള രാഷ്ട്രീയം തന്നെയാണെങ്കിലും ബി.ജെ.പിക്ക് പൂർണ്ണമായും ബദലാകാനുള്ളൊരു നീക്കമാണ് അവർ ആരംഭിക്കുന്നത്. ബി.ജെ.പിയുടെ അല്ലെങ്കിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കൂടെയുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ആ ഇത്തിൽ കണ്ണി രാഷ്ട്രീയം ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഉദ്ധവ് താക്കറെ ബി.ജെ.പി ബന്ധം ഉപേക്ഷിച്ചത്. എന്നാൽ അധികാര കൊതിമൂത്ത ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ കുറച്ചുപേർ ബി.ജെ.പിയെ സഹായിച്ചതുകൊണ്ട് ബി.ജെ.പി അധികാരത്തിലെത്തി മഹാരാഷ്ട്രയിൽ. ഇപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേനയെയും തകർക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതവർ തുടങ്ങിക്കഴിഞ്ഞു. അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിയെ വളരാൻ അനുവദിച്ച് ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയെ തല്ലിക്കെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പി മഹാരാഷ്ട്രയിൽ ചെയ്യുന്നത്. അതായത് ബി.ജെ.പിക്ക് സമാനമായി ഹിന്ദുത്വ ആശയം വെച്ച് പുലർത്തുന്നവർ പൂർണ്ണമായും നശിക്കണമെന്നാണ് ബി.ജെ.പിയുടെ ആഗ്രഹം. അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന ബി.ജെ.പിയുടെ രീതി മനസ്സിലാക്കിയാണ് ശിവസേനയുടെ കിടിലൻ നേതാക്കൾ ഇപ്പോൾ ഒന്നിക്കാൻ പോകുന്നത്. അതിൽ ബി.ജെ.പിയുടെ വിജയങ്ങൾ പരസ്യമായി പരിഹസിക്കുകയാണ് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഇപ്പോൾ ചെയ്യുന്നത്. ബി.ജെ.പി വലിയൊരു വിജയമായി കൊണ്ടു നടക്കുന്ന മഹാകുംഭമേളയുടെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് രാജ് താക്കറെ ബി.ജെ.പിയെ ഞെട്ടിച്ചത്. അതായത് കുംഭമേള നടത്തി ഗംഗാനദിയെ മാലിന്യത്തിൽ മുക്കിയ സംഭവത്തിൽ തുറന്നടിച്ചുകൊണ്ടാണ് രാജ് താക്കറെ രംഗത്ത് വന്നത്. ദശലക്ഷക്കണക്കിന് ആളുകൾ കുളിച്ച ഗംഗയിലെ മലിനജലം താൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നാണ് രാജ് താക്കറെ വ്യക്തമാക്കിയത്. മഹാകുംഭമേളയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിക്കില്ല എന്നും എപ്പോഴേ താൻ അത് വിസമ്മതിച്ചതായും താക്കറെ ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ തളച്ചിടാനും അതുവഴി ഹിന്ദുത്വം തീവ്രമാക്കാനും ശ്രമിച്ച ബി.ജെ.പിക്ക് നല്ല തിരിച്ചടിയാണ് രാജ് താക്കറെ കൊടുക്കുന്നത്. ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടണമെന്നും ആവശ്യപ്പെട്ട രാജ് താക്കറെ ദശലക്ഷക്കണക്കിന് ആളുകൾ സ്നാനം ചെയ്ത ഗംഗയിലെ ജലം ഞാൻ കൈകൊണ്ട് തൊട്ടുപോലും നോക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. വിശ്വാസത്തിനും ചില അർത്ഥങ്ങളുണ്ടായിരിക്കണം. ഇന്ത്യയിലെ ഒരു നദിയും മാലിന്യമുക്തമല്ല. വിദേശ രാജ്യങ്ങളിൽ നദികളെ മാതാവെന്ന് വിളിക്കാറില്ല. അവയൊന്നും മലിനവുമല്ല. മറിച്ച് സ്ഫടിക ശുദ്ധമാണ് ആ നദികളെല്ലാം. നമ്മുടെ ഈ രാജ്യത്ത് മലിനമായ എല്ലാ വെള്ളവും നദികളിലേക്ക് തള്ളപ്പെട്ടു. എന്നിട്ട് അതിനെ മാതാവാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണെന്നും ബി.ജെ.പിയെ പരിഹസിക്കുകയാണ് രാജ് താക്കറെ. ഇതിന് സമാനമായി തന്നെ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ശിവസേന നേതാവ് കൂടിയായ ഉദ്ധവ് താക്കറെയും രംഗത്ത് വന്നിരിക്കുന്നു. ബി.ജെ.പി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും അവരുടെ ജയ് ശ്രീരാമിന് പകരമായി ജയ് ഭവാനി ജയ് ശിവാജി മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ശിവസേന മേധാവി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ബി.ജെ.പി നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തെ അഡോൾഫ് ഹിറ്റ്ലറുടെ കീഴിലുള്ള നാസി ജർമ്മനിയോടാണ് ഉദ്ധവ് താക്കറെ താരതമ്യം ചെയ്തത്. അത്രയ്ക്കും കലിപ്പാണ് ബി.ജെ.പിയോട് ശിവസേനയ്ക്ക്. ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങളും ജയ് ശിവാജി ജയ് ഭവാനി എന്ന് പറയുന്നത് ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബി.ജെ.പി നമ്മുടെ സമൂഹത്തെ വിഷലിപ്തമാക്കിയിരിക്കുന്നുവെന്നും അവർക്കെതിരെ ശക്തമായി പോരാടണമെന്നും ഉദ്ധവ് താക്കറെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. രാജ്യത്തോടുള്ള ബി.ജെ.പിയുടെ പ്രതിബദ്ധതയെക്കുറിച്ചും ഉദ്ധവ് താക്കറെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ബി.ജെ.പിയുടെ ഈ രാജ്യവിരുദ്ധത വളരെ വ്യക്തമായി തുറന്നു കാട്ടുകയാണ് ശിവസേനയും രാജ് താക്കറെയുടെ നവനിർമ്മാൺ സേനയും. ഹിന്ദുത്വ നിലപാടുകൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് ഈ രാജ്യത്തെ ഏകദേശം 80% വരുന്ന ഹൈന്ദവരുടെ പാർട്ടിയാക്കാൻ നോക്കുന്ന ബി.ജെ.പി അതിലൂടെ വിജയം നേടുകയാണ് തുടർച്ചയായി. അവരെ അതേ നാണയത്തിൽ എതിർക്കാനും ബി.ജെ.പിക്ക് ബദലാകാനുമുള്ള ബാൽ താക്കറെയുടെ പിൻഗാമികളുടെ നീക്കം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്.